ആത്മരൂപികൾ നാം മരണമില്ലാത്തവർ, നിത്യം ഭൂമിയെ വാഴേണ്ടവർ. ഗുരു ആത്മാവാണ് പരിശുദ്ധാത്മാവ്, ഞങ്ങളാത്മീയ കൂട്ടായ്മയാ. ഗുരു ആത്മാവാണ് പരിശുദ്ധാത്മാവ്, ഞങ്ങളാത്മീയ കൂട്ടായ്മയാ. ആത്മരൂപികൾ നാം പുതിയ സൃഷ്ടികൾ, നിത്യം ഭൂമിയെ വാഴേണ്ടവർ. ആത്മരൂപികൾ നാം മരണമില്ലാത്തവർ, നിത്യം ഭൂമിയെ വാഴേണ്ടവർ. ദാസരാത്മാക്കളാ പെരുമാലാഹമാർ, അവർ സ്വർഗീയ സൈന്യമാണ്. ദാസരാത്മാക്കളാ പെരുമാലാഹമാർ, അവർ സ്വർഗീയ സൈന്യമാണ്. ആത്മരൂപികൾ നാം പുതിയ സൃഷ്ടികൾ, നിത്യം ഭൂമിയെ വാഴേണ്ടവർ. ആത്മരൂപികൾ നാം മരണമില്ലാത്തവർ, നിത്യം ഭൂമിയെ വാഴേണ്ടവർ. ശത്രു ആത്മാക്കളാ പെരുപിശാചുക്കൾ, നമുക്ക് ആത്മീക യുദ്ധമുണ്ട്. ശത്രു ആത്മാക്കളാ പെരുപിശാചുക്കൾ, നമുക്ക് ആത്മീക യുദ്ധമുണ്ട്. ആത്മരൂപികൾ നാം പുതിയ സൃഷ്ടികൾ, നിത്യം ഭൂമിയെ വാഴേണ്ടവർ. ആത്മരൂപികൾ നാം മരണമില്ലാത്തവർ, നിത്യം ഭൂമിയെ വാഴേണ്ടവർ. ആത്മരൂപികൾ നാം മരണമില്ലാത്തവർ, നിത്യം ഭൂമിയെ വാഴേണ്ടവർ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഈ പാട്ട് ഇത്രയല്ല, ഇനി നീട്ടമുണ്ട്, പക്ഷെ നമുക്ക് പാട്ടുപാടി സമയം കളയാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ്. ഗ്ലോറി. ഹല്ലേലൂയ. ഇതിൻ്റെ ലിറിക്സ് നിങ്ങൾക്ക് പ്രിയ എൽദോ സഹോദരോട് ചോദിച്ചാൽ കിട്ടും. നമുക്ക് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ട്യൂൺ ഇതാണ്. ഇത് എന്തിനാ, ഇതൊന്നും ഭൂമിയിൽ നിന്ന് ജനിച്ചതല്ല. ഇത് ഡാഡാ ഡുണ്ടുണ്ടും പാട്ടുകളല്ല. ഇത് അപ്പനിൽ നിന്ന് വീഴുന്നതാ. ഗ്ലോറി. ഇത് നമ്മുടെ ഗ്രാവിറ്റേഷൻ ഭൂമിയിൽ നിന്ന് പിടിച്ച് പറിക്കും. ഗ്രാവിറ്റേഷൻ, നമ്മുടെ പുള്ളുണ്ടല്ലോ, ഭൂമി ഗുരുത്വാകർഷണ ബലത്തിന് എതിരായിട്ടുള്ളൊരു പുള്ളുണ്ട്, അതിലേക്ക് നമ്മളെ വലിച്ചു കയറ്റും. ഗ്ലോറി. നമ്മുടെ തലം മാറും. പിന്നെ നമ്മൾ ഭൂമിയിൽ ജീവിക്കുകയല്ല, ഭൂമിയിൽ വെളിപ്പെടുകയാണ്. ഗ്ലോറി. സ്വർഗത്തിൽ ജീവിച്ച് ഭൂമിയിൽ വെളിപ്പെടും, തലം മാറുകയാ. ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ കർത്താവ് യേശുവിനോട് പറഞ്ഞപ്പോൾ, യേശുവിനോട് ചോദിച്ചാൽ എവിടെ നിന്നാന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങളൊക്കെ ഭൂമിയിൽ നിന്നുള്ള, ഞാൻ മോളിൽ നിന്നുള്ളതാണ്. ഗ്ലോറി. ഹല്ലേലൂയ. കർത്താവിനെ പോലെ കർത്താവിനുള്ളവരും, കർത്താവിനെ പോലെ കർത്താവിനുള്ളവരും. ഹല്ലേലൂയ. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് പിശാച് ഇതാ തൻ്റെ സിസ്റ്റത്തിലൂടെ നമ്മളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ വലിച്ചു താത്തി ഭൂമിയിലേക്ക് പിടിപ്പിച്ച് 1980 പോലെയല്ല, ഇതാ 2017 വന്നപ്പോൾ വലിച്ചു താഴെ അടിച്ചിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ നിന്ന് അകത്തേക്ക്, പിള്ളേരുടെ നിന്ന് അകത്തേക്ക് ദൈവവചനം പറഞ്ഞാൽ കയറാത്ത തലത്തിലേക്ക് മാറിക്കഴിഞ്ഞു. പിള്ളേരുടെ മാത്രമല്ല, ഇതാ വലിയവരെയും പിടിച്ചിരിക്കുക. കാരണം ഇതിൻ്റെയൊക്കെ മുമ്പിൽ നമ്മൾ വാച്ച് ചെയ്യാൻ പോയ ഇതിനൊക്കെ അഡിക്റ്റായിട്ട് തീരുകയാണ്, വലിച്ചു താഴ്ത്തുകയാ. ഈവൻ ദൈവദാസന്മാരെ അടക്കം വലിച്ചു താഴ്ത്തിയിട്ടിരിക്കുകയാ. എന്നാൽ ഇതിനെയൊക്കെ ഓവർകം ചെയ്യാൻ സ്വർഗം ഓൾറെഡി പ്രതിവിധി കണ്ടു കഴിഞ്ഞു. ഗ്ലോറി. നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ ആലോചന സഭയിലിരുന്ന് അത് കേട്ടിട്ട് അത് ഭൂമിയിലേക്ക് ഇറക്കണം. ഇതിനെല്ലാം ഓവർകം ചെയ്യാൻ സഹായിക്കും അത്.
ഹല്ലേലൂയ. അല്ലാണ്ട് നമ്മളെ യഥാർത്ഥത്തിൽ നമ്മളെ ഒന്ന് കാണണം. നമ്മൾ ആകെപ്പാടെ കാണുന്ന ഈ ജഡമാ. കഴിഞ്ഞ ദിവസം ഒരു കേരളത്തിൽ തന്നെ ഒരു സിറ്റിയിൽ ശുശ്രൂഷയ്ക്ക് കടന്നു നിന്നപ്പോൾ ദേവദാസൻ വളരെ ദയനീയമായിട്ട് പറഞ്ഞു ദൈവദാസന്മാരുടെ അവസ്ഥ. ദേവദാസന്മാർ ശുശ്രൂഷയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ, ഒരു മീറ്റിങ്ങിന് വിളിച്ചു കഴിഞ്ഞാൽ ആദ്യം അവർ ചോദിക്കണം എത്ര കിട്ടുമെന്നാണ്. പ്രസംഗിക്കാനല്ല, ഇരിക്കാൻ. വീണ്ടും ചോദിക്കുന്നത് ഞാൻ കുറച്ച് ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് വരാം, ഇത്രയും പേരെ സംഘടിപ്പിച്ചെന്ന് എത്ര കിട്ടും കമ്മീഷൻ? അദ്ദേഹം പറയാ ദയനീയ അവസ്ഥയാണിത്, ദയനീയ അവസ്ഥ. എനിക്ക് അറിഞ്ഞൂടെ ഇവിടെ അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടോ എന്ന്. സഹോദരങ്ങളെ, അങ്ങനെയാണ് എങ്കിൽ ഈ വ്യക്തി കർത്താവിൻ്റെ ഈ വചനപ്രകാരം ചോദിച്ചു നോക്കട്ടെ, ശിഷ്യൻ ഗുരുവിന് മീതെയല്ല. അങ്ങനെയുള്ള വ്യക്തികൾ ഇതാ ഈ പണത്തിൻ്റെ പുറകെ, ഒന്ന് ദൈവവചനം കേൾക്കാൻ ഇരുന്ന് കൊടുക്കണമെങ്കിൽ പണം കൊടുക്കണം. പണത്തിൻ്റെ പുറകെ നടക്കുന്ന വ്യക്തികൾ ദൈവവചനം പറഞ്ഞാൽ അവരുടെ കീഴിലുള്ളവർ ഒരിക്കലും അവരെക്കാൾ മുകളിൽ കയറ്റാൻ ഈ കർത്താവിൻ്റെ ഈ വചനപ്രകാരം സാധ്യമല്ല. ഗ്ലോറി, ഹല്ലേലൂയ. നമുക്ക് ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കാൻ പറ്റില്ല. ഗ്ലോറി, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവദാസന്മാരെ, നമുക്ക് ദൈവസന്നിധി നിൽക്കാൻ. ദൈവം ഈ ഫറവോൻ്റെ സിസ്റ്റം അല്ല ദൈവത്തിൻ്റേത്. ഗ്ലോറി, ഇത് ഇൻട്രൊഡക്ടറി സെക്ഷൻ ആയതുകൊണ്ട് ആ ലെവലിൽ അങ്ങ് പോവുക. ഫറവോൻ്റെ സിസ്റ്റം അല്ല ദൈവത്തിൻ്റെത്. ഫറവോ ഒരു ജോലി കൊടുത്താൽ അതിന് വൈക്കോൽ ആര് കണ്ടുപിടിക്കണം? ആ വൈക്കോല് ഫറവോ കൊടുക്കൂല. വൈക്കോല് അവർ തന്നെ കണ്ടുപിടിച്ചോളണം. നമ്മുടെ ദൈവം അങ്ങനെയല്ല. നമ്മുടെ ദൈവം അങ്ങനെയല്ല. അത് ഫറവോൻ്റെ പരിപാടിയാണ്. ഗ്ലോറി, ദൈവമാണ് ആ ജോലി ഏൽപ്പിച്ച് അതിൻ്റെ പ്രൊവിഷൻ ദൈവം തന്നിരിക്കും. ദൈവമാണോ ജോലി ഏൽപ്പിച്ച് അതിൻ്റെ പ്രൊവിഷൻ ദൈവം തന്നിരിക്കും. അല്ല എങ്കിൽ കുഞ്ഞുങ്ങളെ, ഒരു പക്ഷേ ദേവദാസന്മാരെ, ആ ജോലി നിങ്ങൾ ചെയ്യുന്നത് ദൈവം തന്നതല്ല. ദൈവം തന്നാൽ ആദത്തിനും ഔവയ്ക്കും ഇതാ ഏദൻ തോട്ടത്തിൽ ജോലി കൊടുത്തു. 5.5 ദിവസം കൊണ്ട് ദൈവം സകലതും ഉണ്ടാക്കി. ആ 5.5 ദിവസം അവസാനം 6-ാം ദിവസമാണ് ആദത്തെ ഉണ്ടാക്കുന്നത്. ആദം എഴുന്നേറ്റ് വന്നിട്ട് ഒരു ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞിട്ടാണോ ദൈവം എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തേ? ഒരു 40 ദിവസം 21 ദിവസം ഇരുന്നിട്ടാണോ എല്ലാം കഴിക്കാൻ കൊടുത്തേ? അല്ല. ആദം എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ആ പുള്ളിനോട് എന്താ പറഞ്ഞേ? ഇതാ നിനക്ക് കഴിക്കാനുള്ളതെല്ലാം അവിടെ ഉണ്ട്, പക്ഷെ ജോലിയുണ്ട്. ഗ്ലോറി. അപ്പോൾ 5.5 ദിവസം ദൈവം ചെയ്തത് ഈ ആദത്തിനോട് സകലത ഉണ്ടാക്കിയിട്ടാണ് ആദത്തെ ഉണ്ടാക്കിയേ. ദൈവം ഇന്നലെയും ഇന്നും നാളെയും മാറാത്തവനാ. ഗ്ലോറി. ദൈവം പ്രൊവിഷൻ വെച്ചേക്കുന്നത് എവിടെയാണോ ദൈവം നമ്മളെ ആക്കിയത് അവിടെയാ. ഏതിനിന്ന് പുറത്തു പോയാൽ ഇനി പ്രൊവിഷൻ ഇല്ല, നിന്റെ നെറ്റിയിൽ വേർപ്പുകൊണ്ടുണ്ടാക്കിക്കോളണം. ഗ്ലോറി. അനുസരണക്കേടിൻ്റെ വെളിയിലേക്കാണ് നീ പോകുന്നതെങ്കിൽ നിന്റെ നെറ്റിയിലെ വേർപ്പുകൊണ്ടുണ്ടാക്കണം. അനുസരണത്തിലാണ് നീ നിൽക്കുന്നതെങ്കിൽ ഇതാ ദൈവം പ്രൊവിഷൻ തരും. മനസ്സിലായോ? ഇതാണ് സന്ദേശം. ഉൽപ്പത്തി 2-3 തമ്മിലുള്ള വ്യത്യാസം എന്താ? ഉൽപ്പത്തി 2 അനുസരണത്തിൻ്റെത്, ദൈവത്തോട് കൂടെ ദൈവം പ്രൊവിഷൻ തരുന്നു. ഉൽപ്പത്തി 3 അനുസരണക്കേടിൻ്റേത്. ഗ്ലോറി. ദൈവത്തിൽ നിന്ന് വിട്ടു, സ്വന്തം നെറ്റിയിൽ വേർപ്പുകൊണ്ടുണ്ടാക്കിക്കോളണം. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പോൾ ഇതുകൊണ്ട് കർത്താവ് നമ്മളോട് പറയുന്നത്, നീ മുമ്പേ ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് മടങ്ങി വാ, ആ നിയമത്തിലേക്ക് മടങ്ങി വാ. അതോടെ നിനക്ക് വേണ്ട പ്രൊവിഷൻസ് റെഡിയാ. ഹല്ലേലൂയ. പ്രൊവിഷൻസ് റെഡിയാ. അല്ലാണ്ട് ഫറവോ സിസ്റ്റം അല്ല നമ്മുടെ അപ്പൻ്റെ സിസ്റ്റം. വൈക്കോൽ ഉണ്ടാക്കിക്കൊള്ളണം, എന്നിട്ട് ഞാൻ പറയുന്ന ഡിമാൻഡ് നീ ഉണ്ടാക്കിക്കൊണ്ട് വരണം. നോ. ഗ്ലോറി. ദൈവമാണോ വേല തന്നത്, നമുക്കുള്ള പ്രൊവിഷനും ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഓൾറെഡി ഒരുക്കി കഴിഞ്ഞു. ആരോടോ ദൈവം ഇടപെടുന്നു. അപ്പോൾ പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഈ കാര്യങ്ങൾ മനസ്സിലാക്കി പോവുക. ഇത് നമ്മളുടെ തുടർന്നുള്ള മീറ്റിംഗ് ദൃശ്യമണ്ഡലത്തിൽ നിന്നും മാറി അദൃശ്യമണ്ഡലത്തിലേക്കാകാൻ പോവുകയാണ്. ദൃശ്യമണ്ഡലത്തിലാണെങ്കിൽ നാം വെറും മടയത്ര കാണിക്കണേ. കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിത്യം. നിത്യമായ മണ്ഡലത്തിലേക്ക് നമ്മുടെ ശുശ്രൂഷ കടന്നു വരണം. നമുക്കറിയാമല്ലോ, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആത്മാവ്, ദേഹി, ദേഹമാ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇതിൽ എത്ര ശതമാനമുണ്ട് കാണുന്നത്, എത്ര ശതമാനമുണ്ട് കാണാത്തത്? സ്പിരിറ്റിനെ ഇന്നുവരെ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ സ്പിരിറ്റിനെ കണ്ടിട്ടുണ്ടോ? ദേഹിയെ കണ്ടിട്ടുണ്ടോ?
ഇല്ല. അപ്പം മനുഷ്യൻ്റെ മേജർ പാർട്ടും കണ്ടിട്ടില്ല. പിന്നെ ആകപ്പാടെ എന്താ കണ്ടിട്ടുള്ളൂ? ഈ ദേഹം മാത്രം. ആ ദേഹത്തിൽ ഇന്നുവരെ ഹാർട്ട് കണ്ടിട്ടുണ്ടോ? ലിവർ കണ്ടിട്ടുണ്ടോ? അവനവൻ്റെ ലാർജ് വൻകുടലും ചെറുകുടലൊക്കെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ആകപ്പാടെ എന്തേ കണ്ടോളൂ? ഈ തൊലി മാത്രം, പുറം തൊലി മാത്രം, ഇല്ലേ? അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും മനുഷ്യനെ കണ്ടിട്ടില്ല. മനുഷ്യനെ കണ്ടിട്ടില്ല. നമ്മൾ എന്തിനാണെന്ന് ആദ്യം അറിയണം. നമ്മളെ അപ്പൻ എന്തിനാ ഉണ്ടാക്കിയതെന്ന് അറിയണം. ഇന്ന് എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ലോകത്തിൽ? കാരണം ദേ ഡോണ്ട് നോ വാട്ട്സ് എ പർപ്പസ് ഓഫ് ദിസ് പർട്ടിക്കുലർ ഗാഡ്ജറ്റ്. ഈ ഉപകരണത്തിൻ്റെ ഉപയോഗം എന്താണെന്ന് ഉപയോഗിക്കുന്ന ആർക്കും അറിഞ്ഞുകൂടാ, ഭരിക്കുന്ന ഗവൺമെൻറ്റിനും അറിഞ്ഞുകൂടാ. ഇത് എന്തിനാ ഈ സാധനമെന്ന്. റബ്ബർ ടയർ ഉണ്ടാക്കാം. ടയർ എന്തിനാണ്? ആ ഡൺലപ്പിൻ്റെ ആണെങ്കിൽ ഇതാ നമുക്ക് വണ്ടിയിലിടാം. പക്ഷെ ഈ സാധനം എന്തിനാ? ഇത് ഭരിക്കുന്ന ഗവൺമെൻറ്റിനും അറിഞ്ഞൂടാ ഈ സാധനം എന്തിനാണെന്ന്. ഉപയോഗിക്കുന്ന ആർക്കും അറിഞ്ഞൂടാ ഈ സാധനം എന്തിനാണെന്ന്. ഗ്ലോറി. അപ്പോൾ സാധനം എന്തിനാണെന്ന് അറിയാൻ പാടില്ലാത്ത ഒരു കൂട്ടം ആളുകൾ ചേർന്ന് ഉപയോഗിക്കുന്നു, ഒരു കൂട്ടം ആളുകൾ അതിനെ അങ്ങ് ഭരിക്കുന്നു. പക്ഷെ എവിടെയിട്ട് ഭരിച്ചിട്ട്? ഇവരൊക്കെ ഭരിച്ചിട്ട് എന്നാ പറ്റുന്നത്? ഈ സാധനം എല്ലാം മണ്ണിൻ്റെ അടി പോകുന്നു. എത്ര ഭരിച്ചിട്ടും മണ്ണിൻ്റെ അടിയിലേക്കാണ് പോകുന്നത്. കാരണം ഈ മനുഷ്യർക്കും അറിഞ്ഞുകൂടാ ഇത് എന്തിനാണെന്ന് ഈ സാധനം. ഈ മനുഷ്യരെ ഭരിക്കുന്ന ഗവൺമെൻറ്റുകൾ ഇതുവരെയും ഈജിപ്ത്, അസീറിയ, ബാബിലോൺ, മേദ്യ, പാർസിയ, ഗ്രീസ്, റോം,